ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയിലെ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്ന ചാപ്റ്ററിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1 by 1 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് വെച്ചിട്ട് ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിവിടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ടാവും. ശ്രദ്ധിച്ചു വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ അമോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എ ബാഡ് സ്മെൽ ഗ്യാസ് ഈസ് ഫോംഡ്, ഐഡന്റിഫൈ ദ ഗ്യാസ്. നിങ്ങൾക്കറിയാം അമോണിയം ക്ലോറൈഡ് അഥവാ NH4Cl എന്ത് ചെയ്യുന്നു? യെസ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്യാസ് പുറത്തേക്ക് വരും അല്ലേ? ഏത് ഗ്യാസ് ആയിരിക്കും പുറത്തേക്ക് വരിക? യെസ്, 2NH3 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാസ് ആയിരിക്കും അല്ലേ? NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ ഗ്യാസ് ആണ്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് ഏതാണ്? അമോണിയ ഗ്യാസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഐഡന്റിഫൈ ദ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് അമോണിയ ഗ്യാസ് ആണ് കേട്ടോ, തെറ്റിക്കരുത്. അമോണിയ ഗ്യാസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? NH3 എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പം നിങ്ങളുടെ ആൻസറായി. ഇനി അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ ഇക്വേഷൻ ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം. ഇവിടെ എഴുതടാ, 2NH4Cl പ്ലസ് എന്താണ്? NH4Cl-ഉം CaOH ട്വൈസും ആണ് റിയാക്ട് ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ CaOH ട്വൈസ്, അതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അത് തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്ത് കിട്ടിയിട്ടുണ്ടാവും? അമോണിയ കിട്ടിയിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എഴുതാം 2NH3. ഇത് ബാലൻസ് ചെയ്ത ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടെ എഴുതി കഴിഞ്ഞ സമയത്ത് ഇവിടെ NH3 പോയി. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളത് ആരൊക്കെയാണ്? Caയും ഉണ്ട്, Cl-ഉം ഉണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് വന്നത് CaCl2 വന്നു. അതുപോലെ തന്നെ 2 വാട്ടറും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കെമിക്കൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇക്വേഷൻ എന്തായിരിക്കണം? ബാലൻസ്ഡ് ആയിരിക്കണം. ബാലൻസ്ഡ് ഇക്വേഷനാണ് എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് തരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ദ ലബോറട്ടറി. അമോണിയയുടെ പ്രിപ്പറേഷൻ നമ്മൾ പറയുന്ന പേര് ഹേബർ പ്രോസസ് ആണ്. എല്ലാവർക്കും അറിയാലോ? യെസ്, ഹേബർ പ്രോസസ് ആണ്. അതിനകത്ത് നമ്മളൊരു ഡ്രൈയിങ് ഏജന്റ് യൂസ് ചെയ്യും. ഏതാണ് ആ ഡ്രൈയിങ് ഏജന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം കാൽസ്യം ഓക്സൈഡ് ആണ്. ഏതാണ്? കാൽസ്യം ഓക്സൈഡ് അഥവാ CaO എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ CaO അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആണ് നമ്മളിവിടെ ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ട് അമോണിയയുടെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ ഡ്രൈയിങ് ഏജൻറ്റ്? എന്തിനാണ് നമ്മൾ ഡ്രൈയിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നത്? മോയിസ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് രണ്ടാമത്തതിൻ്റെ ഉത്തരം എഴുതാം. ടു റിമൂവ് മോയിസ്ചർ, അതായത് വെള്ളത്തിൻ്റെ അംശം അല്ലെങ്കിൽ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഡ്രൈയിങ് ഏജൻറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഡ്രൈയിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. എന്തിനാണ് ഡ്രൈയിങ് ഏജൻറ്റ് ഉപയോഗിക്കുന്നത്? ടു റിമൂവ് മോയിസ്ചർ അല്ലെങ്കിൽ ടു റിമൂവ് വാട്ടർ എന്ന് എഴുതി കഴിഞ്ഞാലും നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കീയിൽ കൊടുത്തിട്ടുള്ള ആൻസർ ടു റിമൂവ് മോയിസ്ചർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തതാണ്, ഡ്യൂറിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് NH3 ഇൻ ദ ലബോറട്ടറി ദ ജാർ യൂസ്ഡ് ഫോർ കളക്ടിങ് അമോണിയ ഈസ് കെപ്റ്റ് ഇൻവേർട്ടഡ്. വൈ? അതായത് മക്കളെ, അമോണിയയുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമുക്കറിയാം അമോണിയ ഗ്യാസിന് എന്ത് കുറവാണ്? ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് അമോണിയ, ഡെൻസിറ്റി ഓഫ് NH3 ഈസ് ലെസ് ദാൻ എയർ. അതായത് എയറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് അമോണിയയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, NH3ക്ക് ഡെൻസിറ്റി കുറവാണ്, വെയിറ്റ് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അപ്പം മുകളിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ലബോറട്ടറിയിൽ കളക്ട് ചെയ്യുന്ന ആ ഒരു ജാറ് തല തിരിച്ചുകൊണ്ട്, അതായത് ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ NH3നെ നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ, കാര്യം NH3 മുകളിലേക്ക് പോകും. അപ്പോൾ മുകളിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ടാണ്, അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ തിരിച്ചിട്ടിട്ടാണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോലെ അമോണിയ കളക്ട് ചെയ്യുക. കളക്ടിങ് ജാർ ആണെങ്കിൽ കളക്ടിങ് ജാറ് എന്ത് ചെയ്യും? അവിടെ തിരിച്ച് ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിട്ടാണ് കളക്ട് ചെയ്യുക. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിന് കാരണമൊന്നുമല്ല, NH3യുടെ ഡെൻസിറ്റി വളരെ ലെസ്സാണ്, എയറിനേക്കാൾ ലെസ്സാണ്. അതുകൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്യാൻ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ഐഡന്റിഫൈ ദ ബേസിക് നേച്ചർ ഓഫ് NH3? വളരെ സിമ്പിൾ ആണല്ലോ. ബേസിക് നേച്ചർ അളക്കാനായിട്ട് നമ്മൾ ലിറ്റ്മസ് യൂസ് ചെയ്താൽ മതി അല്ലേ. വി ക്യാൻ യൂസ് ലിറ്റ്മസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് വിൽ ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു എന്ത് ബ്ലൂ ആയിട്ട് ചേഞ്ച് ചെയ്യും. റെഡ് ലിറ്റ്മസിന് എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ബ്ലൂ ലിറ്റ്മസ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. സോ അപ്പം നിങ്ങളിവിടെ എഴുതി കൊടുക്കുക, ഇറ്റ് ക്യാൻ ബി കൺഫേംഡ് ബൈ യൂസിങ് ലിറ്റ്മസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇറ്റ് ക്യാൻ ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ ലിറ്റ്മസ്, റെഡിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പം നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ബേസിക സ്വഭാവമാണെങ്കിൽ ചുമന്ന ലിറ്റ്മസിനെ എന്താക്കിയിട്ട് മാറ്റും? നീല നിറത്തിലുള്ള ലിറ്റ്മസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. 4ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ NH3 ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. എടാ മക്കളെ, NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയാണ് അല്ലേ. അതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? HOH എന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, HOH എന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് സംഭവിക്കും അറിയോ നിങ്ങൾ? ഇവിടെ നമുക്ക് NH3 ഉണ്ടായിരുന്ന NH3 അതുപോലെ തന്നെ OH കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? യെസ്, അതുപോലെ ഈ ഒരു H കൂടി ചേർന്നിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതാണ് NH4OH, അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ്. നമ്മളിവിടെ നടക്കുന്ന റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചു വെക്കുക. വെള്ളം എന്ന് പറയുന്നത് HOH എന്ന് ഞാൻ എഴുതി, അതായത് ഈ NH3യും H കൂടി ചേർന്ന് NH4 ആയിട്ട് മാറും. അതിൻ്റെ കൂടെ ആര് കൂടി വരും? OH ഗ്രൂപ്പ് കൂടി വരും. അപ്പോൾ നമുക്ക് എന്ത് വന്നു? NH4OH എന്ന് വന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് കോൾഡ് വാട്ട്? അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് നമ്മൾ പറയും. അമോണിയം ഹൈഡ്രോക്സൈഡ് പഠിച്ചു വെച്ചേക്കുക, NH4OH ആണ്. ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷനും കൂടി അവർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് പ്രോസസ്സ്. ഈ പ്രോസസ്സിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ഒരു ഫോർമാറ്റ്, ഞാൻ ഈ ഗ്രീൻ കളറിൽ ഇവിടെ HOH എന്ന് എഴുതിയിട്ടില്ലേ, അത് നിങ്ങൾ പഠിക്കണമെന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ എഴുതി വെച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ഈ പറഞ്ഞ NH3 + H2O ഗീവ്സ് NH4OH എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 5ാമത്തത്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് അമോണിയ ആൻഡ് ലിക്കർ അമോണിയ. ലിക്വിഡും ലിക്കർ അമോണിയയും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും എന്ത് ചെയ്താൽ മതി? എക്സ്പ്ലനേഷൻ എഴുതി വെച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം എഴുതുക, അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക. എന്താണ് ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിക്വിഫൈഡ് NH3 അല്ലേ. ലിക്വിഫൈഡ് NH3നെയാണ് നമ്മൾ എന്ത് പറയുക? ലിക്വിഡ് അമോണിയ എന്ന് പറയുക. അമോണിയനെ ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേരാണ് ലിക്വിഡ് അമോണിയ. ഇനി എന്താണ് ലിക്കർ അമോണിയ? ചോദിക്കട്ടെ, എന്താണ് ലിക്കർ അമോണിയ? കോൺസെൻട്രേറ്റഡ് NH3, അതായത് NH3യുടെ വീര്യം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഈ പറഞ്ഞ പോലെ ലിക്കർ അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. ലിക്വിഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഫൈഡ് ആക്കി മാറ്റി അതിനെ. ഓക്കെ, ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് കൂട്ടി? കോൺസെൻട്രേഷൻ കൂട്ടി. അപ്പോൾ കോൺസെൻട്രേറ്റഡ് NH3 സൊല്യൂഷൻ ഈസ് കോൾഡ് എന്ത്? ലിക്കർ അമോണിയ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കുക. ലിക്വിഡ് അമോണിയ ആൻഡ് ലിക്കർ അമോണിയ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയ ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് ഗിവൺ ബിലോ. അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡ് HCl-ഉം തമ്മിലുള്ള റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതല്ലേ? യെസ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, കോട്ടൺ ഡിപ്പ് ചെയ്ത HCl-ഉം ഉണ്ട്, കോട്ടൺ ഡിപ്പ് ചെയ്തിട്ടുള്ള അമോണിയ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എഴുതാണ്, അമോണിയയ്ക്ക് പകരം NH3 എന്ന് എഴുതി കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് കോട്ടൺ ഡിപ്പ് ചെയ്തിട്ടുള്ള എന്ത് തന്നിട്ടുണ്ട്? HCl തന്നിട്ടുണ്ട്. അപ്പോൾ അമോണിയയും HCl-ഉം തമ്മിൽ എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു വൈറ്റ് ഫ്യൂംസ് കിട്ടും. ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് എടുത്ത് ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് എന്ത് കാണാനായിട്ടാണ്? എന്താണ് ഒബ്സർവേഷൻ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒബ്സർവേഷൻ ഇതാണ്, തിക്ക് വൈറ്റ് ഫ്യൂംസ് ആണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. എന്തുണ്ടാവും? തിക്ക് വൈറ്റ് ഫ്യൂംസ്, അതായത് വെളുത്ത നിറത്തിലുള്ള പൊടികൾ അല്ലെങ്കിൽ ആ ഒരു ഫ്യൂംസ് നമുക്ക് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് ഹാവിങ് വൈറ്റ് ഡെൻസ് ഫ്യൂംസ്. എന്തുകൊണ്ടാണ് ഇവിടെ വൈറ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ വൈറ്റ് ഉണ്ടായതിൻ്റെ കെമിക്കൽ നെയിമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ വൈറ്റ് ഫ്യൂംസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? NH4Cl, അമോണിയം ക്ലോറൈഡ്. എന്താണ്? അമോണിയം ക്ലോറൈഡ്. പഠിച്ചു വെച്ചേക്കുക. ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് എന്തുണ്ടാകും? ഈ പറഞ്ഞ പോലെ വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവും. ആ വൈറ്റ് ഫ്യൂംസിനെ പറയുന്ന പേരാണ് അമോണിയം ക്ലോറൈഡ്. പഠിച്ചല്ലോ? യെസ്. ഇനി നമുക്ക് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതണം. കെമിക്കൽ ഇക്വേഷൻ വളരെ എളുപ്പമാണ്. എന്തൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്തത്? NH3യും HCl-ആണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാം. NH3 + HCl gives
എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? നമ്മളിപ്പോൾ റിയാക്ട് ചെയ്തത് NH3 HCl ആയിരുന്നു. പക്ഷെ അത് രണ്ടും റിയാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? NH4Cl ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും NH4Cl എന്ന്. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്കിവിടെ തന്നിട്ടുണ്ട് NH3 ആണ്, HCl ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ NH3 + HCl നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അമോണിയം ക്ലോറൈഡ് അഥവാ NH4Cl ആണ്. പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഫ്രം ദ ഗിവൺ റിവേഴ്സിബിൾ റിയാക്ഷൻ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. ശ്രദ്ധിച്ച് കേൾക്കണം ക്വസ്റ്റ്യൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതണം. അതുപോലെ ഐഡന്റിഫൈ ദ റിയാക്റ്റന്റ്. ഓക്കെ, റിയാക്റ്റന്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എടാ മക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ? എന്താ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലോട്ട് നടക്കുന്ന റിയാക്ഷനാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുക അല്ലേ? ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ ആരോ മാർക്ക് വരച്ച് കാണിക്കുന്ന രീതിയിലാണ് ഫോർവേഡ് റിയാക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി അല്ലേ? ഇവിടെ നിന്ന് ഇവിടേക്ക് ആയിരിക്കും അല്ലേ? ഞാൻ ഈ ആരോ മാർക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. ആരോ മാർക്ക് എവിടെ നിന്നാണ്? റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ NH3 എന്തായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു? N2ഉം H2ഉമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ക്വേർഡ് എഴുതുന്ന സമയത്ത് ആദ്യത്തെ ഇക്വേഷൻ്റെ ബാക്ക്വേർഡ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. 2NH3 gives N2 + 3H2. ഇതാണ് ആദ്യത്തതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതിൻ്റെ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കൂ. എങ്ങനെയാണ് നമുക്ക് വരിക? 2HI എന്ന് പറയുന്നത് H2I അതുപോലെ I2I. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതിന് ഞാൻ ചെയ്യാൻ പോവാണ് 2HI. ഓക്കെ, 2HI gives എന്ത് വന്നു? H2 + I2 എന്ന് വന്നു. ഇതാണ് അതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്, ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുന്ന രീതിയാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എഴുതുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതി. ഈ ബാക്ക്വേർഡ് റിയാക്ഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിയാക്റ്റൻ്റ് കണ്ടുപിടിക്കണം. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷനാണല്ലോ നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അതിനകത്ത് റിയാക്റ്റൻ്റ് സൈഡ് അഥവാ ലെഫ്റ്റ് സൈഡിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുക? റിയാക്റ്റൻ്റ് സൈഡ് എന്ന് പറയുക. ഒരു ഇക്വേഷനകത്ത് ലെഫ്റ്റ് സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുക? റിയാക്റ്റൻ്റ് സൈഡ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാക്ക്വേർഡ് എഴുതിയ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്? NH3 ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തതിൻ്റെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ആരാണ്? ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കരുത്. ആദ്യത്തെ ഇക്വേഷൻ്റെ റിയാക്റ്റൻ്റ് കൊണ്ടുപോയി എഴുതരുത്. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ്റെ റിയാക്റ്റൻ്റ്, അത് കൊണ്ടുപോയി എഴുതരുത്. പകരം നമുക്ക് ചോദിച്ചിരിക്കുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആക്കിയിട്ട് എഴുതുന്ന സമയത്ത് ആരാണ് അവിടുത്തെ റിയാക്റ്റൻ്റ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ NH3 ആണ് ഇവിടുത്തെ എന്ത്? ഈ പറഞ്ഞ പോലെ റിയാക്റ്റൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ആരാണ് റിയാക്റ്റൻ്റ്? റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് HI ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഇക്വേഷൻ തിരിച്ചെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ബാക്ക്വേർഡ് റിയാക്ഷൻ കിട്ടി. ആ ബാക്ക്വേർഡ് റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് ആയിട്ട് വന്നത് NH3ഉം അതുപോലെ തന്നെ HIയും ആണ്. തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യനിലെ ഗ്രാഫ് നിങ്ങൾ പലരും ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഗ്രാഫാണ് അല്ലേ? ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും എന്താണ് ആ ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ച് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എ റെപ്രസെൻസ്, എ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ പഠിച്ചു വെച്ചേക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആണ് എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ പഠിച്ചു വെക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് പല തവണ നിങ്ങൾ പ്രീവിയസ് പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പോയിന്റിന്റെ പേര് എന്താണെന്ന്. അത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് മക്കളെ, തെറ്റിക്കരുത്. കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഇനി അതിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. രണ്ട് പ്രോപ്പർട്ടീസ് വളരെ സിമ്പിൾ ആണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആയിരിക്കും. പഠിച്ചു വെക്കുക. മുന്നോട്ടുള്ള പ്രവർത്തനം, അതായത് പാശ്ചാത്യ പ്രവർത്തനവും പുരോഗത പ്രവർത്തനവും എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഫോർവേഡും റേറ്റ് ഓഫ് ബാക്ക്വേർഡും ഈക്വൽ ആണെങ്കിൽ ആ അവസ്ഥനെ നമ്മൾ പറയുന്നതാണ് ഡൈനാമിക് നേച്ചർ. ഏത് നേച്ചറാണ്? ഡൈനാമിക് ഇൻ നേച്ചർ. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ആൻസറിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. എന്തൊക്കെ? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. അതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് പറയാൻ കാരണം.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ്, അതിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അതാണ് ഡൈനാമിക്കിൻ്റെ ഉദ്ദേശം. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് ഗ്രാഫ് കൃത്യമായിട്ട് പഠിക്കുക. എ എന്ന പോയിന്റാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു N2 + 3H2 gives 2NH3. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടാറുള്ളത്. അപ്പോൾ അമോണിയയുടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഓക്കെ ആണല്ലോ. യെസ്. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വളരെ പെട്ടെന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. റൈറ്റ് ദ നെയിം ഓഫ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ പ്രിപ്പറേഷനെ പറയുന്ന പേര് എന്താ മക്കളെ? യെസ്, അമോണിയയുടെ പ്രിപ്പറേഷനെ പറയുന്ന പേര് ഹെയ്ബർ പ്രോസസ്സ്. എന്താണ് പറയുക? ഹെയ്ബർ പ്രോസസ്സ്. അപ്പോൾ ഹെയ്ബർ പ്രക്രിയയിൽ നമുക്കറിയാം അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പോഞ്ച് അയേൺ ആയിരിക്കും. പഠിച്ചു വെക്കണം, എന്താണ് സ്പോഞ്ച് അയേൺ. അയേൺ ആണ് നമ്മൾ ബേസിക്കലി പഠിച്ചു വെക്കാറുള്ളത്, എങ്കിലും ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്കിൽ സ്പോഞ്ച് അയേൺ എന്ന് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പോഞ്ച് അയേൺ ആണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തെറ്റിക്കാതെ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ കാറ്റലിസ്റ്റ് ഇൻ അമോണിയ പ്രിപ്പറേഷൻ, അമോണിയയുടെ പ്രിപ്പറേഷനിൽ സ്പോഞ്ച് അയേൺ ആണ്. പഠിച്ചല്ലോ. യെസ്. ഇനി അടുത്തത്, ഹൗ കാറ്റലിസ്റ്റ് ഇൻഫ്ലുവൻസസ് ദ കെമിക്കൽ ഇക്വിലിബ്രിയം. എങ്ങനെയാണ് ഒരു കാറ്റലിസ്റ്റ് ഒരു ഇക്വിലിബ്രിയത്തെ അറ്റൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇക്വിലിബ്രിയം വളരെ പെട്ടെന്ന് തന്നെയാണ് എത്തിക്കുക, അല്ലേ? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാറ്റലിസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുക? ടു അറ്റൈൻ ഇക്വിലിബ്രിയം വെരി ഫാസ്റ്റ്. ടു അറ്റൈൻ ഇക്വിലിബ്രിയം, IQM എന്ന് എഴുതിയിട്ടുള്ളത് ഇക്വിലിബ്രിയം ആണ്. അറ്റൈൻ വെരി ഫാസ്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലേക്ക് പെട്ടെന്ന് തന്നെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇതെന്ന് പറയുന്നത്, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയയുടെ പ്രിപ്പറേഷനിലാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പോഞ്ച് അയേൺ ആണ്. ഇനി വേറൊരു പ്രിപ്പറേഷനും കൂടി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്തായിരുന്നു അത്? സൾഫ്യൂരിക് ആസിഡിൻ്റെ, അല്ലേ? സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ H2SO4ൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ എന്തുപയോഗിക്കും? വനേഡിയം പെൻറ്റോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള V2O5 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ അടുത്ത എക്സാമിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാതും ഫുള്ള് റിവൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സ്പോഞ്ച് അയേൺ, അമോണിയ. അതുപോലെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ കാറ്റലിസ്റ്റ് റിയാക്ഷനിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ SO3 ഈസ് ഡിസോൾവ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അതായത് SO3 എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ, ഇത് ഏത് പ്രോസസ്സാണ് മക്കളെ? കോണ്ടാക്ട് പ്രോസസ്സാണ്, അല്ലേ? റിയാക്ഷൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ SO3 എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലേക്ക് എന്ത് ചെയ്യാണ്? ഡിപ്പ് ചെയ്യാണ്. ഓക്കെ. അങ്ങനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഡിസോൾവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, ഇതുവരെ പഠിക്കാത്ത ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, എളുപ്പത്തിലൊന്നും എഴുതാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അതാണ് H2S2O7. എന്താണ് H2S2O7? ഒന്ന് പറഞ്ഞേ, H2S2O7. അപ്പോൾ H2S2O7 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാവും. ഈ പ്രോഡക്റ്റിനെ മക്കളെ നമ്മൾ പറയുന്ന ഒരു പ്രത്യേക ഒരു പേരുണ്ട്, അതിൻ്റെ പേരാണ് ഒലിയം. എന്താണ് പറയുക? ഒലിയം. അപ്പോൾ ഒലിയം എന്ന് പറഞ്ഞ H2S2O7 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. എപ്പോൾ? SO3യും H2SO4ഉം കൂട്ടിച്ചേർക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുന്നുണ്ടോ? ഈ ഒരു റിയാക്ഷൻ പഠിച്ചു വെക്കുക. ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഒലിയത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി. റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൻ്റെ പേര് പറഞ്ഞിടാ, ഒലിയം എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിൽ H2S2O7, ഇവിടെ നെയിം പ്രത്യേകം എടുത്ത് ചോദിച്ചതുകൊണ്ട് ഒലിയം എന്ന് തന്നെ നിങ്ങൾ എടുത്തെഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ. യെസ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് പ്രോസസ്സ്, അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് എവിടെ കാണാം? നിങ്ങൾ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ. ഓക്കെ. അപ്പോൾ കോണ്ടാക്ട് പ്രോസസ്സിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻസ്, ഒരു 3 ഇക്വേഷൻസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ആ 3 ഇക്വേഷൻസിനകത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ആണെന്ന് തോന്നുന്നു ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന ഒലിയത്തിൻ്റെ. ഇത് അതുപോലെ തന്നെ ഒലിയം വെച്ചിട്ട് വേറൊരു റിയാക്ഷനും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റിയാക്ഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചാനൽ എന്ത് ചെയ്യണം? മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. 10ാം ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പല സബ്ജക്റ്റുകളുടെയും കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ഇനി വരും ദിവസങ്ങളിൽ വരുന്നുണ്ടാവും. സോ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.